ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. ആർക്കും അറിയാം, വില്ലേജർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തലവേദനയാണ്. അപ്പം ഇന്ന് തലവേദനയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് വില്ലേജർ ബ്രീഡിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് അവിടെയൊക്കെ ആയിട്ട് ഒരു വില്ലേജ് ഉണ്ട്. അവിടെ പോയി നമുക്ക് വില്ലേജറിന് എടുത്തുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേഗം പണി നോക്കാം. ഇവിടെയായിട്ടാണ് നമ്മൾ വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കുന്നത്. കാരണം അത്രയും ദൂരമാക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിലിനി ട്രെയിനിങ് ഹാളൊക്കെ നമ്മളെ വീടിനടുപ്പിച്ച് ഉണ്ടാക്കുക. അപ്പം പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാനാണ് ഞാൻ അത്രയും ദൂരത്ത് കൊണ്ടുണ്ടാക്കുന്നത്. പിന്നെ നോയ്സ് ഉണ്ടെങ്കിൽ സോറി, പുറത്ത് നല്ല മഴയാണ്. ഓക്കെ, അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാനപ്പം ആവശ്യമുള്ള അത്യാവശ്യ ഐറ്റംസൊക്കെ എടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ 2 ബ്ലോക്ക് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇനി 5x5 ഒരു ഡെർട്ട് പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പഴയ മോഡലാണ്. നമ്മളെ ജാവ എഡിഷനിലൊക്കെ ഉണ്ടാക്കുന്ന മോഡൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. ഞാൻ എൻ്റെ ഡിസൈൻ വെച്ചിട്ട് ഞാൻ ഇച്ചിരി പൊക്കത്താക്കിയതാണ്. ഇനി ഇത് ചുറ്റും ഒരു മതിൽ കെട്ടണം. നമുക്ക് അത് 2 ബ്ലോക്ക് ഹൈറ്റിൽ മതിൽ കെട്ടണം. വെച്ചാൽ ഈ ബോർഡർ ഉൾപ്പെടാണ്ട് 2 എണ്ണം. ഓക്കെ, അപ്പോൾ 2 ബ്ലോക്ക് ഹൈറ്റിൽ ഫുള്ള് മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ അതിന് വില്ലേജറിനെ ട്രാപ്പ് ചെയ്യാനുള്ള വഴിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം മുകളിൽ ഒരു വരി സ്ലാബ് വെക്കണം. അതിൻ്റെ വെച്ചാൽ നൈറ്റ് ആകുമ്പോൾ മോബ്സ് ഒന്ന് സ്പോണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സ്ലാബ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 ട്രാപ്പ് ഡോറാണ്. അതിൻ്റെ മുന്നേ നമുക്ക് ബെഡ് പ്ലേസ് ചെയ്യാൻ ചെറിയൊരു വഴി ഇവിടെയും കൂടി സെറ്റ് ചെയ്യണം. വഴിയല്ല, പ്ലാറ്റ്ഫോം ഇവിടെയും കൂടി സെറ്റ് ചെയ്യണം. ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയും കൂടി സെറ്റ് ചെയ്താൽ നമ്മൾ ബ്രീഡറിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി ഇവിടെ ഫുള്ള് ഫാർം ലാൻഡ് ആക്കിയിട്ട് ക്രോപ്സ് നടണം. അപ്പം നമുക്ക് വില്ലേജ് പോകുമ്പോൾ ക്രോപ്സ് എടുക്കാം. ഇനി വെള്ളം പ്ലേസ് ചെയ്തിട്ട് ഒരു സ്ലാബിൻ്റെ അകത്ത് വെക്കണം. എന്നിട്ട് ഇവിടെ ഫുള്ളൊന്ന് നമുക്ക് ടിൽറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വില്ലേജർ ബ്രീഡറിൻ്റെ ഒരു ബേസിക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വില കളക്ടിങ് ഏരിയ സെറ്റ് ചെയ്യണം. പിന്നെ വില്ലേജറിനെ കൊണ്ടുവരികയും വേണം. ഓക്കെ, നമ്മൾ മേത്തിലൊക്കെ കയറാനും ഇറങ്ങാൻ ലാഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളക്ഷൻ ഏരിയ ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഇവിടെ ഫുള്ള് മതിൽ പോലെ കെട്ടാം. ഇവിടെ വെള്ളം കൂടി വെച്ചതാ. ഇവിടെ ആയിരിക്കും കളക്ഷൻ ഏരിയ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട് വില്ലേജറിനെ കളക്ട് ചെയ്യാനുള്ള രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിന് സ്മെൽറ്റ് ഇങ്ങനെയാണ് നമ്മളെ വില്ലേജർ ബ്രീഡറിൻ്റെ കളക്ഷൻ ഏരിയ വരുന്നത്. നമ്മൾ ഇതിലൂടെ മെയിൻ കാർട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ മെയിൻ കാർട്ട് ഇങ്ങനെ വന്നിട്ട് പിക്ക് ചെയ്തോളും പിക്ക് ചെയ്തോളും. ഇപ്പോൾ നമുക്ക് വില്ലേജറിനെ കൊണ്ടുവന്നാൽ മാത്രം മതി. പിന്നെ 2-3 ബെഡും വേണം. അത് നമുക്ക് വില്ലേജിൽ നിന്ന് തട്ടാം. പിന്നെ 2 കമ്പോസ്റ്ററും വേണം. പിന്നെ കുറച്ച് ക്രോപ്സ്.
അതൊക്കെ നമ്മൾ വില്ലേജ് തന്നെ കിട്ടിക്കണം. അപ്പോൾ 2 ടോർച്ചോടെ കുത്തി വെക്കുക, അല്ലെങ്കിൽ ടോർച്ച് പോകണം. ഓക്കെ, അപ്പം ഇനി നമുക്ക് വില്ലേജറിനെ കൊണ്ടുവരാം. അതിന് മുന്നേ ഞാനുള്ള ഫുഡ് സ്മെൽ ചെയ്യാതെ പട്ടിണിയാണ്. നമുക്കൊരു ബോട്ടും ടീഷർട്ടും നേരെ വില്ലേജിലേക്ക് കണ്ടുവിടാം. എന്നിട്ട് 2 വില്ലേജറേയും കൊണ്ടുവരാം. ഓക്കെ, ഞാനങ്ങനെ വില്ലേജിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 2 വില്ലേജറിനെ കിഡ്നാപ്പ് ചെയ്യണം. മുടിഞ്ഞ ലാഗ് 2-3 ബെഡ് നമ്മൾ പൊട്ടിച്ചെടുക്കണം. ആദ്യം വീട്ടിൽ കറണ്ട് പോയി. കറണ്ട് പോകാനായി പോട്ടെ, നമ്മൾ ഒരു പ്രശ്നവുമില്ല. നമുക്കിനി വില്ലേജറിനെ പൊക്കാം. മോനിട്ട കയറ്, ബോട്ട് കയറ്. അങ്ങനെ ഒരാൾ കയറിയിട്ടുണ്ട്. ഇനി ഒരാളെയും കൂടി ഈ ബോട്ടിൽ തന്നെ കയറ്റാൻ പറ്റുമെങ്കിൽ. അഭിലാഷേ, നീ ചാവാൻ പോണ അതിൻ്റെ മുകളിൽ കയറിയിട്ട്? നമുക്ക് ചാവണം എന്നോട് പറഞ്ഞാൽ പോരേ? നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യാം. നമുക്ക് ബോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് അങ്ങ് പൊട്ടിച്ചാൽ അപ്പോൾ ഒരു താഴോട്ട് വീണ് ബോട്ടിലേക്ക് കയറിക്കുള്ളൂ. കറക്റ്റ്, പെർഫെക്റ്റ്. ഇനി ഇവിടെ 2 അങ്ങോട്ട് എത്തിക്കണം. അതുകൊണ്ട് ബോട്ട് മെല്ലെ പൊട്ടിക്കുക. അപ്പോൾ ആ ബോട്ടിലേക്ക് കയറേണ്ടിയാണ്. കേറടാ പ്ലീസ് കേറടാ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബോട്ട് കയറ്റിയുണ്ട്. ഇനി ടാസ്ക് വരുന്നത് ഇനി വല്ല 2 നമ്മൾ ബേസിലെത്തിക്കണം. അതൊരു ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം ഇനി ഞാൻ ബേസിൽ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ ബേസിലെത്തിയിട്ടുണ്ട്. നമ്മൾ വില കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇനി നമ്മൾ കയറ്റാം. അപ്പോൾ ചെറിയ ബ്രിഡ്ജ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് കയറ്റിന് തന്നെ നമ്മൾ ഇവിടെ അടച്ചിട്ട് ബോട്ടങ്ങ് പൊട്ടിച്ച് കളയാം. ഓക്കെ, പുറത്തും പോകാൻ സ്ഥലമൊന്നുമില്ല. നമ്മൾ കടിയില്ലാണ്ട് നമ്മൾ ബോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ കൈയുള്ള സീരൊക്കെ ഇവിടെ നട്ടിട്ട് ഇനി നമ്മൾ ഇവിടെ ബെഡ് പ്ലേസ് ചെയ്യാം. അപ്പം അവന്മാർ ബ്രീഡാണെന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ 3 ബെഡുണ്ട്. 3 ബെഡ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിടാം. അവന്മാർ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ഫാർമർ ആയിട്ടുണ്ട്. ഇനി ട്രാപ്പ് ഡോറും കൂടി തുറന്നിട്ട് ഇനി അവന്മാരായിട്ട് കൂടി ഒന്ന് വീണോളും. ഓക്കെ, അപ്പോൾ നമ്മളെ വില്ലേജർ ബ്രീഡറും സെറ്റായിട്ട് ഇനി ഒരാളിൻ്റെ കയ്യിലുള്ള സ്പെയർ ബെഡ് കൂടി ചെയ്താൽ അപ്പോൾ 2 വില്ലേജർ ബ്രീഡാവുന്നതാണ്. ഇപ്പോൾ ഫുഡ് ലൈറ്റായിരിക്കും ബ്രീഡാവാത്തത്. ഓക്കെ, അപ്പം അവന്മാർ ബ്രീഡായിക്കോളും. ബ്രീഡാവട്ടെന്ന് വെച്ചാൽ ഫുഡ് ലൈറ്റാണ്. അപ്പോൾ ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് വീട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡാകുമ്പോഴത്തേക്കും കുറച്ച് വില്ലേജൊന്നാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ വില്ലേജ് ബ്രീഡ് സെറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ഫുഡ് ഫാമൊക്കെ സെറ്റ് ചെയ്യണം. സമയങ്ങൾ ഇനിയും കുറേ കിടക്കുന്നത്. അപ്പോൾ അവന്മാരുടെ ബ്രീഡായിരിക്കും. എല്ലാവർക്കും ലെറ്റ്സ് പ്ലേയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതിലേക്കും ബൈ.